നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കോൺഗ്രസിൻ്റെ KPCC എക്സിക്യൂട്ടീവോ ജനറൽ ബോഡിയോ കൂടണമെങ്കിൽ തിരുവനന്തപുരത്ത് പുത്തിരിക്കണ്ടത്തോ എറണാകുളത്തെ മറൈൻ ഡ്രൈവിലോ നടത്തണമെന്നാണ് പറയാറുള്ളത്. കാരണം ഭാരവാഹികളും എക്സിക്യൂട്ടീവ് അംഗങ്ങളോട് കൂടിച്ചേർന്നാൽ പോലും ഒരു 1000-1500 വരുമത്രേ. ജനറൽ ബോഡിയാണെങ്കിൽ ഒരു റാലിക്കുള്ള ആളുമുണ്ടാവും. അപ്പോൾ ജംബോ കമ്മിറ്റി എന്നത് കോൺഗ്രസിൻ്റെ രക്തത്തിൻ്റെ ഭാഗമാണ്. എപ്പോഴും വലിയ കമ്മിറ്റികൾ ഉണ്ടാകുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ സ്വഭാവമാണ്. 83-84 ജനറൽ സെക്രട്ടറിമാരും 100ഓളം സെക്രട്ടറിമാരും ഏതാണ്ട് 200ഓളം എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഭരണസമിതിയാണത്രേ KPCCക്കുള്ളത്. അല്ലെങ്കിൽ അതാണ് KPCC എന്ന് നമ്മൾ വിവക്ഷിക്കുന്നത്. ഇത്തവണയും പുനഃസംഘടനയിൽ ജംബോ കമ്മിറ്റി ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. ഏതാണ്ട് 60ഓളം ജനറൽ സെക്രട്ടറിമാരും 80ഓളം സെക്രട്ടറിമാരും പിന്നെ ഇഷ്ടംപോലെ നിർവാഹക സമിതി അംഗങ്ങളും എന്ന തലത്തിലേക്ക് എത്തിയപ്പോഴാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ പിടി വീണത്. ജംബോ കമ്മിറ്റികൾ ഇനി വേണ്ട എന്ന് ഹൈക്കമാൻഡ് കട്ട് ആൻഡ് ഡ്രൈ ആയി പറഞ്ഞു. എന്തു വന്നാലും ഇനി ജംബോ കമ്മിറ്റികളെ അനുവദിക്കില്ല. കേരളത്തിൻ്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയും അതുതന്നെ പറഞ്ഞു, ഇനി ജംബോ കമ്മിറ്റികൾ കേരളത്തിൽ വേണ്ട. ജംബോ കമ്മിറ്റികളില്ലെങ്കിൽ എന്താണ് കുഴപ്പമെന്ന് വെച്ചാൽ അനാദരക്കപ്പെട്ട നേതാക്കളുണ്ടാവും. അവരെല്ലാവരും സംസ്ഥാനത്തിൽ ആകമാനം ഓടിയടന്ന് തെരഞ്ഞെടുപ്പിൽ കുത്തിത്തിരിപ്പുണ്ടാക്കും. തെരഞ്ഞെടുപ്പിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാതിരിക്കാൻ വേണ്ടി നേതാക്കളെ അക്കോമഡേറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഈ പുനഃസംഘടന എന്ന് പറയുന്നതെന്നാണ് കോൺഗ്രസ്സുകാർ പൊതുവെ കളിയാക്കി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ ജംബോ കമ്മിറ്റിയിൽ നേതാക്കന്മാരിൽ ഏതാണ്ട് ഭൂരിഭാഗം പേരെയും ഉൾക്കൊള്ളിച്ചില്ല എങ്കിൽ തെരഞ്ഞെടുപ്പിൽ അത് വലിയ പ്രശ്നമായി തീരും. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും അതിനുശേഷം വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഈ പല നേതാക്കളെയും സ്ഥാനാർത്ഥികളാക്കാൻ കോൺഗ്രസിന് കഴിയില്ല. അപ്പോൾ സ്ഥാനാർത്ഥികളാക്കിയില്ലെങ്കിൽ പാർട്ടിയിൽ ഒരു അക്കോമഡേഷൻ എന്ന രീതിയിലാണ് പലപ്പോഴും ഈ പുനഃസംഘടനയൊക്കെ വരുന്നത്. ഇപ്പോഴും ഏറെക്കുറെ അങ്ങനെയാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർ ഒഴികെ മറ്റുള്ള എല്ലാവരും ഭാരവാഹികളാകുമെന്നൊക്കെയാണ് പറയുന്നത്. DCC പ്രസിഡന്റുമാരിൽ ഏതാണ്ട് 12 പേർക്ക് മാറ്റം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ അത് മാറി 9 പേരെ മാത്രമേ മാറ്റുകയുള്ളൂ എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതുപോലെ തന്നെ ഒരു 80 ജനറൽ സെക്രട്ടറിമാർ മിനിമം ഉണ്ടാകുമെന്ന് ചിന്തിച്ചത് 13 വൈസ് പ്രസിഡന്റുമാരും 80 ജനറൽ സെക്രട്ടറിമാരും എന്നുള്ള പറഞ്ഞത് ഹൈക്കമാൻഡ് ഇടപെട്ട് വെട്ടിച്ചെറുതാക്കി. ഇനി ജംബോ കമ്മിറ്റി വേണ്ട, ജംബോ കമ്മിറ്റി കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയില്ല, അതുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന കമ്മിറ്റി ഉണ്ടാക്കുക എന്നുള്ള കർശന നിർദ്ദേശം കോൺഗ്രസ് ഹൈക്കമാൻഡ് കേരളത്തിലെ നേതാക്കൾക്ക് നൽകി. അതുകൊണ്ട് ജംബോ കമ്മിറ്റി പകുതിയായി വെട്ടിക്കുറയ്ക്കേണ്ടി വരുമെന്നുള്ള ദുഃഖഭാരത്തിലാണത്രേ ഇപ്പോൾ കോൺഗ്രസ്. ജംബോ കമ്മിറ്റി ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ് ജനറൽ സെക്രട്ടറിമാരും നേതാക്കളുമൊക്കെ ചോദിക്കുന്നത്. കാരണം ജംബോ കമ്മിറ്റി കൊണ്ട് പ്രവർത്തനം നടത്തി ഒരു ശീലമായി പോയി. ആളില്ലെങ്കിൽ ഒരു ആരവമില്ല എന്നാണ് എപ്പോഴും കോൺഗ്രസിൻ്റെ മുദ്രാവാക്യം. ഭരണമുണ്ടെങ്കിലും ഭരണമില്ലെങ്കിലും കോൺഗ്രസിൻ്റെ പാർട്ടി ഓഫീസുകളിലൊക്കെ ഇന്ദിരാഭവൻ അടക്കം താഴോട്ടുള്ള എല്ലാ പാർട്ടി ഓഫീസുകളിലും എപ്പോഴും ആളുകൾ നിരന്തരം കയറിയിറങ്ങും. അത് കോൺഗ്രസിൻ്റെ വളരെ ഗുണകരമായ ഒരു ജനാധിപത്യ സ്വഭാവമാണെന്ന് പറയുന്നവരുമുണ്ട്. തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ്. കാരണം ഒരു ജനാധിപത്യ പാർട്ടിയിൽ പ്രത്യേകിച്ച് ആളുകളെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല. ആളുകൾ ധാരാളം ഓഫീസുകളിലേക്ക് വരും, പോകും, ഭാരവാഹികളാകും, കമ്മിറ്റികൾ കൂടും, ഒരേ ഓഫീസിൽ തന്നെ പല കമ്മിറ്റികൾ കൂടും. ഇതെല്ലാം കോൺഗ്രസിൻ്റെ ഒരു പൊതു സ്വഭാവമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ആ പാർട്ടിക്ക് ഇതുവരെ കുഴപ്പവും ഉണ്ടായിട്ടില്ല. എന്തായാലും ഇത്തവണ ഈ ജംബോ കമ്മിറ്റികൾ നേതാക്കന്മാരുടെ ബാഹുല്യം വേണ്ട എന്ന് ഹൈക്കമാൻഡ് ഉറപ്പിച്ചിരിക്കുകയാണ്. ഒരു സ്റ്റേജ് കിട്ടിയാൽ അതിൽ നേതാക്കന്മാർ അണിഞ്ഞിരുന്നു കഴിഞ്ഞാൽ എപ്പോഴാണ് സ്റ്റേജ് ഇടിഞ്ഞു വീഴുന്നതെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ന് മനസ്സിലാക്കിയതോടുകൂടിയാണ് ഇപ്പോൾ ജംബോ കമ്മിറ്റികൾ പുനഃസംഘടനയിൽ വേണ്ട എന്ന ഉറച്ച നിർദ്ദേശം ഹൈക്കമാൻഡ് കൊടുത്തത്. അതോടുകൂടി വീണ്ടും പുനഃസംഘടന ചിന്താക്കുഴപ്പത്തിലായി, പുനഃസംഘടന അവതാളത്തിലായി. ജംബോ കമ്മിറ്റികളില്ലാതെ ഈ നേതാക്കളൊക്കെ എവിടെ കൊണ്ടേ പ്രതിഷ്ഠിക്കും? പുറത്തേക്ക് നിർത്തിയാൽ നേതാക്കന്മാർ അപകടകാരികളാണ്, അകത്ത് നിർത്തിയാലേ അവരെ സമാധാനിപ്പിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് തന്നെ ജംബോ കമ്മിറ്റികൾ ഇല്ലെങ്കിൽ പാർട്ടിയുടെ അവസ്ഥ എന്താകുമെന്നുള്ള ആലോചനയിലാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ.